ഹായ്. ജോൺ എന്നൊരു മരംവെട്ടുകാരൻ ഒരു സ്ഥാപനത്തിൽ ജോലി നോക്കിയായിരുന്നു. 5 വർഷക്കാലത്തിലേറെയായിട്ടും അദ്ദേഹത്തിന് ശമ്പളമൊന്നും കൂട്ടിക്കിട്ടിയിരുന്നില്ല. എന്നാൽ മറ്റൊരു ജോലിക്കാരനെ ബില്ലിന് 1 വർഷത്തിനുള്ളിൽ തന്നെ ശമ്പളം കൂട്ടിക്കിട്ടുകയുണ്ടായി. ഇതിൽ നിരാശനായ ജോൺ തന്റെ മേലധികാരിയുടെ മുന്നിൽ തന്റെ പ്രശ്നം അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: നോക്കൂ, താങ്കൾ 5 വർഷക്കാലത്തിന് മുന്നേ എത്രമാത്രം മരങ്ങളാണോ വെട്ടിമാറ്റിക്കൊണ്ടിരുന്നത്, ഇപ്പോഴും അത്രമാത്രം മരങ്ങൾ തന്നെയാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത്. സ്ഥാപനത്തിന്റെ നേട്ടമാണ് ഞങ്ങൾക്ക് പ്രധാനം. താങ്കളുടെ ഉൽപാദനക്ഷമത കൂട്ടും, ശമ്പളം ഞങ്ങളും കൂടുതൽ തരാം. ജോൺ തിരികെ പോയി പൂർവാധിക ശക്തിയോടുകൂടി മരങ്ങൾ വെട്ടിമാറ്റി. എങ്കിലും കൂടുതൽ മരങ്ങളൊന്നും അദ്ദേഹത്തിന് വെട്ടിമാറ്റാൻ സാധിക്കില്ല. ജോൺ വീണ്ടും തന്റെ വിഷമസ്ഥിതി മേലധികാരിയുടെ മുന്നിൽ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു: നോക്കൂ, എനിക്കും താങ്കൾക്കും അറിയാത്ത എന്തോ ഒരു കാര്യം ബില്ലിനറിയാം. ബില്ലിനോട് പോയി ചോദിച്ചു. ജോൺ ബില്ലിനോട് പോയി ചോദിച്ചു: താങ്കൾ എങ്ങനെയാണ് ഇത്രമാത്രം മരങ്ങൾ വെട്ടിമാറ്റുന്നത്? അപ്പോൾ ബില്ലി ജോണിനോട് പറഞ്ഞു: ഞാൻ ഓരോ മരം മുറിച്ച് കഴിയുമ്പോൾ മരം വെട്ടൽ നിർത്തിവെച്ച് മഴുവിന്റെ മൂർച്ച കൂട്ടിക്കൊണ്ടേയിരുന്നു. താങ്കൾ എത്ര കാലമായി മഴുവിന്റെ മൂർച്ച കൂട്ടിയിട്ട്? ഈ വാക്കുകൾ ജോണിനൊരു വെളിപാടാക്കിയായിരുന്നു. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഇതാണ്: എത്ര കാലമായി നിങ്ങളുടെ മഴുവിന്റെ മൂർച്ച കൂട്ടിയിട്ട്? നിങ്ങൾ ഏത് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരാകട്ടെ, ഏത് ബിസിനസ് മേഖലയിലുള്ളവരാകട്ടെ, എത്ര പ്രശസ്തിയിലുള്ളവരാകട്ടെ, എത്ര വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാകട്ടെ, നിങ്ങളുടെ മഴുവിന്റെ മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വിജയം നമ്മളുടെ സുനിശ്ചിതമാകുള്ളൂ. ഇറ്റ്സ് മീ ഷീന ജയൻ. താങ്ക് യു.